ഹലോ കൂട്ടുകാരെ, മേഘാലയയിലൂടെയുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മളൊരു കേവിലേക്കാണ് പോകുന്നത്. ഇതാണ് കേട്ടോ സൊഹ്റ ടൗൺ എന്ന് പറയുന്നത്. ടൗൺ എന്നൊന്നും പറയാനൊന്നുമില്ല, വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഇവിടെ കച്ചവടമൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ അർവ കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പാർക്കിംഗ് ചാർജ് 30 രൂപ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ വന്നിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പിന്നെ പാർക്കിംഗ് ചാർജിനുള്ള ടിക്കറ്റ് നമ്മൾ മുറിച്ചതിന് ശേഷം തന്നെ ഒരുപാട് അകത്തേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കേവിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് കേവിലേക്ക് നമ്മൾ കുറേ നടക്കാനുണ്ട്. പക്ഷേ നടക്കാനുള്ള റൂട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പേടി തോന്നുമെങ്കിലും നല്ല രസമാണ് കാണാൻ. വെയിലിങ്ങനെ വരുന്നുണ്ട്, എന്നാലും അത്യാവശ്യം ചെറുതായിട്ട് തണുപ്പുണ്ട്. അങ്ങനെ നമ്മളിതാ കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 മണിക്കൂറിലധികം തന്നെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്ഥലമാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാനുള്ളത്. ആ ഒരു നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഇത് ഫീൽ ചെയ്യില്ല. നല്ല ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കേവിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അർവ കേവ്. ഇതിൻ്റെ അകത്തേക്ക് പോകാൻ ആദ്യമൊക്കെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റി ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ സംഭവം. ഈ കേവിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് കിട്ടിയതാണ്, അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. നമുക്കിനി കുറച്ചുകൂടി ദൂരം മുന്നോട്ടേക്ക് നടക്കാം. ചീവീടിൻ്റെ സൗണ്ടും ഇതിലെങ്ങോട്ടോ വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെ ഇടക്കൂടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കൊക്കെ വലിയ വലിയ പാറകളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ലൈറ്റ് ഇല്ല, ശരിക്കും ഇരുട്ട്. അയ്യോ, ഇവിടെ തീരെ ലൈറ്റ് ഇല്ല കേട്ടാ. എന്തോ അതിലൂടെയൊക്കെ പറന്നു പോകുന്നുണ്ട്. വവ്വാലാണോ? ആകപ്പാടെ പേടി തോന്നുകയാണിപ്പോൾ. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. ഇടയ്ക്ക് ഓരോന്ന് തലയിൽ മുട്ടാതെ ശ്രദ്ധിക്കട്ടെ. ഇതിലൂടെയൊക്കെ വരുന്നവർ അത്യാവശ്യം മുട്ടുമടക്കി തല കുനിച്ചൊക്കെ തന്നെ പോവുക. തീരെ അഹങ്കാരം കാണിക്കാതിരിക്കട്ടാ. നല്ല പേടിയുണ്ട് കേട്ടാ. ഒന്നാമത് ഇവിടെ ഒന്നും ആരുമില്ല, ഫുള്ളിരുട്ട്. എന്താ ഇവിടെ ലൈറ്റ് ഇല്ലാത്ത? നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്ന് നോക്കാൻ തോന്നും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള അർവ കേവ്? സൂപ്പർ അല്ലേ? പേടിച്ച് വിറച്ച് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ മേഘാലയയിൽ വരുന്നവർ ഈ ഒരു കേവ് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇത് നോക്ക്, ഇതിലൂടെ വവ്വാലോ എന്തോ പറക്കുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലേ? ഇപ്പോഴാണ് ശരിക്കും ഇത് സെറ്റായത്. ശരിക്കൊരു കേവിൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അവരിവിടെ എവിടെയോ ഉണ്ട് ഒളിച്ച് നിൽക്കുന്നത്. അറിയില്ല ഇതെവിടെയാണെന്ന്. ഇതിനൊരു അവസാനം ഇല്ലേ എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇത് എത്ര നേരമായി എന്നറിയോ നടക്കുന്നത്? കുറേയൊക്കെ ഞാൻ ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല. ഇതൊരു എക്സ്പീരിയൻസ്, നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ വരുന്നവരൊക്കെ ഇത് മിസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേട്ടാ. കുറേ സമയം നമ്മൾ ഇരുട്ടിലൂടെ തന്നെ പോകുന്നു. കുറച്ചൊന്ന് പേടിച്ച് വിറച്ച് അവിടെ ഇവിടെ നിന്നൊക്കെ വെള്ളം പോകുന്നതും വെള്ളം വീഴുന്നതും ഒക്കെ സൗണ്ട് മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായത്? ലൈറ്റ് ഇല്ല ഇവിടെ, നോ എൻട്രി എന്നാണ്. അപ്പോൾ കഴിഞ്ഞു തോന്നുന്നു. ഇങ്ങോട്ടേക്ക് ഇനി വഴിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകാൻ തോന്നുന്നു. ആകപ്പാടെ പേടിച്ച് വിറച്ച് ഫുൾ ഇരുട്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ നമുക്ക് പെട്ടെന്ന് ഇനി ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട്.
എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ? അറവ കേവിലൂടെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.